സെറ്റപ്പ് അല്ലേ? വണ്ടി, TV, കളി കാണാം, ഫുഡ് ഉണ്ടാക്കാം, ജീവിക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണോ ഇത്? ഇവിടുത്തെ ഏറ്റവും വലിയ ക്യാമ്പറിന്റെ വണ്ടിയാണോ ഡോൺ? ഇതൊക്കെ അല്ലേ? ഇതൊക്കെ എന്ത് ഖത്തറിയനായ ഡോൺ മിക്കവാറും ഇതൊന്നും മേടിച്ചിട്ട് ഇപ്പഴല്ല കാര്യം മനസ്സിലായേ. നമ്മൾ ഈ സായിപ്പന്മാരൊക്കെ നാട്ടിൽ വന്നിട്ടേ സൺബാത്ത് എന്നൊക്കെ പറഞ്ഞ് ബീച്ചിൽ പോയി കിടക്കുന്നതിന്റെ ഒരു സുഖം എന്താന്ന് മനസ്സിലായത്. ഇവിടെ നല്ല തണുപ്പാട്ടോ. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇതുപോലെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു വെയിലുള്ള ദിവസം വന്ന്. നല്ല ചൂടൊന്നും ഇല്ലെങ്കിലും കുറച്ച് നേരം വെയിൽ കൊള്ളാൻ വേണ്ടി ഇരുന്ന കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ വിഷയം വെയിൽ കൊള്ളൊന്നും അല്ല കേട്ടോ. ചുമ്മാ നമ്മളൊന്ന് ഒരു ചെറിയ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കാണ്. എല്ലാവരും പറയാറുണ്ട് യൂട്യൂബിൽ വരുമാനം ഭയങ്കരമാണല്ലോ, എന്താണ് യൂട്യൂബിൽ വരുമാനമൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വരുമാനം കൂട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ വരുമാനം കൊണ്ട് നമ്മളിന്ന് പോയിട്ട് ഒരു RV എടുക്കാൻ പോവാണ്. നമ്മുടെ ഒരു എന്താ പറയുക, താമസിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന, ഓവർ ലാൻഡിങ് ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി എടുക്കാൻ പോവാണ്. വണ്ടി എടുത്തിട്ട് ഇനി അങ്ങോട്ട് ട്രാവലിംഗ് തന്നെ ആയിരിക്കട്ടെ. കൊറോണയൊക്കെ മാറി വരികയാണല്ലോ. അപ്പോൾ ഇനി ഇങ്ങനെ മടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിനി ഒരു RV പോയി കാണാനും RV മേടിക്കാൻ വേണ്ടി ഇന്ന് പോവാണ്. കൂടുതൽ കാഴ്ചകൾ നമുക്കിനി അവിടെ പോയിട്ട്. നമ്മുടെ ഇന്നത്തെ പേടകം ഇവനാണ്, നിസാൻ്റെ പാത്ത് ഫൈൻഡർ. ഇവനിലാണ് നമ്മളിന്ന് RV മേടിക്കാൻ പോകുന്നത്. എങ്ങനെ പരിപാടി പോലെ? അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ കസിൻസും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി പോയിട്ട് RV ചൂസ് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 34 മൈൽ നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതാണ് നമ്മളെ പാത്ത് ഫൈൻഡറിൻ്റെ ഇൻറ്റീരിയർ ആണോ. അപ്പം സോ ഇറ്റ്സ് മീ ജോയൽ റജി, ട്രാവൽ വിത്ത് അമേരിക്കൻ ഈഗിൾ. അപ്പോൾ നമ്മുടെ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്ത് റഷാന്ന് അറിയാം. കൊറോണ എന്ന് പറഞ്ഞ കാര്യമില്ല, ഇവിടെ നല്ല അടിപൊളി റഷാണ്. ഇത്രയും പേര് ഒന്നിച്ച് RV എടുക്കാൻ വന്നാൽ കുറച്ച് സമയം എടുക്കുമായിരിക്കും വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഒരു ഫൺ ഡേ ആയിട്ട് നമ്മൾ ഇന്ന് കുറച്ച് RV എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? തുടങ്ങല്ലേ? സാറ്റർഡേ ആടാ ഫൺ ഡേ എന്ന് പറയുന്നത്. പോയേക്കാല്ലേ? ഒരു 3/4 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ എക്സ്പോ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. നല്ല റഷുണ്ട്, നല്ല അടിപൊളി വെതറുമാണ്, കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോ സെൻറ്ററിൽ കയറിയിട്ട് കുറച്ച് RVകൾ കാണാൻ വേണ്ടി കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് കുറച്ച് സെയിലിന് വേണ്ടിയിട്ടൊക്കെ RV ഒക്കെ ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് RV ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അകത്ത് പോയിട്ട് വെറൈറ്റിയുള്ള കുറച്ച് RV ഉണ്ടാക്കാം. അത്യാവശ്യം ഈ RV ഷോ കാണാൻ വേണ്ടി നല്ല റഷുണ്ട് കേട്ടോ. നമുക്കൊരു കൗണ്ടറുണ്ട്. കൗണ്ടറിൽ നമുക്ക് ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മള് കലാപരിപാടി തുടങ്ങുന്ന മുമ്പാണ് ഇച്ചിരി ഇൻഫോർമേഷൻ തന്നിട്ട് അങ്ങ് തുടങ്ങാം. ഇല്ലെങ്കിൽ അവസാനം വരുമ്പോൾ ഒന്നും മനസ്സിലായാലും വരും. ശരിക്കും നമ്മൾ മലയാളികൾക്ക് ട്രാവലിനെ കുറിച്ചും ട്രാവൽ വെഹിക്കിളിനെ കുറിച്ചും ഒന്നും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ പണ്ട് തൊട്ടേ ടൂറിസ്റ്റ് ബസ് കാണുന്നുണ്ട്. അതിനെ ഇപ്പം ഇന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത് DJ ലൈറ്റിംഗ് ഒക്കെ ഉള്ള സെറ്റപ്പ് വണ്ടികളായി മാറി. ഇനി അതല്ലെങ്കിൽ നടിമാരുടെ ഒക്കെ ക്യാരവാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇന്നിപ്പം വാൻ ലൈഫ് തുടങ്ങി ഓവർലാൻഡ് വെഹിക്കിൾസിൽ ലോകം ചുറ്റി നടക്കുന്നതാണ്. എന്നാൽ RV ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. RVയെ ഇവിടെ ഉള്ളവർ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു അടിപൊളി വെഹിക്കിളാണ്. RVയെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് 2 തരത്തിലുള്ള RV ആണുള്ളത്. മോട്ടറൈസ്ഡ് RVയും ടോവ്ഡ് RVയും. ഈ മോട്ടറൈസ്ഡ് RV എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ കാണുന്ന പോലെ ഒരു എന്താ പറയുക, എഞ്ചിനോട് കൂടിയ ഒരു സിംഗിൾ വണ്ടികളായിരിക്കും. അതിനെ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C എന്ന് 3 ഡിഫറെൻറ്റ് തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ക്ലാസ് A ഒരു വലിയ ക്യാരവാൻ, ഒരു ബസ് ടൈപ്പിലുള്ള സാധനമായിരിക്കും. ക്ലാസ് B എന്ന് പറയുന്നത് ഈ കൂടുതലെ കുഞ്ഞനാണ്, നമ്മുടെ വാൻ ലൈഫിലെ കുഞ്ഞു വണ്ടികൾ പോലെ ഇരിക്കും. ക്ലാസ് C ഒരു ഇടത്തരം വണ്ടിയായിരിക്കും. അമേരിക്കയിലെ U-Haul ടൈപ്പ് ലുക്കുള്ള ഒരു RV ആണ്. ഇനി ടോവബിൾ RV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ സ്വന്തം ട്രക്കിലോ കാറിലോ ഹുക്ക് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാം, അതിനുള്ളിൽ താമസിക്കും. അതിനും അതിൻ്റെ സൈസും സ്പെക്കും അനുസരിച്ച് പേരുകളുണ്ട്. ട്രാവൽ ട്രെയിൽസ് ഉണ്ട്, 5th വീൽ ട്രാവൽ ട്രെയിൽസ് ഉണ്ട്, ഫോൾഡിംഗ് ട്രെയിൽസ് ഉണ്ട്. ഇനി ഇവരുടെയൊക്കെ സൈസും അതിൻ്റെയൊക്കെ വെയിറ്റും അനുസരിച്ച് നമുക്ക് ചില സ്റ്റേറ്റുകളിൽ ലൈസൻസ് ഇല്ലാതെ ഓടിക്കാം, ലൈസൻസോടെ ഓടിക്കാം. ഇവിടെ ഈ RV പലരുടെയും ഒരു വികാരമാണ്. തങ്ങളുടെ ലൈഫിൽ തങ്ങളുടെ സമ്പാദികളൊക്കെ മാറ്റി വെച്ച് ഒരു നാൾ ഒരു RV ഒക്കെ എടുത്ത് ലോകം ചുറ്റണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് തന്നെ പറയണം. പലരും അത് സാധിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ സാധിച്ചവരോട് സംസാരിച്ചപ്പോൾ തോന്നിയ ഇൻസ്പിറേഷനാണ് എനിക്കും ഒരു ദിവസം ഇതിലൊരു യാത്ര ചെയ്യണം. എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുകയാണ്. എന്നാൽ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 വിഭാഗങ്ങളിൽ ടോവബിൾ RV കണ്ടുകൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാം.
വീട്ടിലോട് കയറിയ പോലെ തന്നെ ഉണ്ടല്ലേ. സീറ്റിംഗ് അറേഞ്ച്മെന്റ്, കിച്ചൺ, ഒരു വീട്ടിലോട്ടുള്ള എല്ലാ സെറ്റും ഇവിടെ തന്നെ ഉണ്ട്. ഒരു ഹാഫ് കിച്ചൺ, ഓവൻ, പുറത്തോട്ട് എക്സോസ്റ്റ് ഉണ്ട്, പുറത്ത് ഫ്രിഡ്ജ് ഉണ്ട്. ബാൽക്കണി ഒരു വലിയൊരു എക്സ്പോ സെന്റർ തന്നെ കേട്ടോ. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് എല്ലാത്തിനും നമ്മളങ്ങനെ ഹൈറ്റുള്ള വലിയ വണ്ടികളാണ്. അപ്പോൾ നമ്മളെന്താ ഒരു ആദ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. ഇത് അവരുടെ ഒരു ആർമി നിർത്തിക്കാൻ ഇറങ്ങി ഒരു ബാൽക്കണി പോലത്തെ ഏരിയയാണ്. ഇറങ്ങി ഇവിടുന്ന് ഒരു ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ട് കേട്ടോ. ഇത് വൈൽഡ് വുഡ് എന്ന കമ്പനിയുടെ കേട്ടോ. നിങ്ങൾ ചുമ്മാ കയറി നോക്കിയേക്കാം. ഡിഫറെൻ്റ് ആണ്. ഫാമിലി റൂം പോലെ ഡൈനിങ് റൂം, ഡൈനിങ് ടേബിളുണ്ട്, കിച്ചണുണ്ട്. കിച്ചണുണ്ട്, ഇതിനും എക്സോസ്റ്റ്, ഓവൻ, ഫ്രിഡ്ജ്, അത്യാവശ്യം കുറച്ച് ക്യാബിൻസ് എല്ലാം അവൈലബിൾ ആണ്. ഡൈനിങ് ടേബിളൊക്കെ ആണെങ്കിലും കിഡ്സിന് ഇരിക്കാമെന്ന് വെച്ചാൽ അടിപൊളി സ്പേസസ് ഉണ്ട്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, അവരവിടെ എക്സ്പ്ലോർ, അവര് മാക്സിമം മനസ്സിലാക്കി മേടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. Yeah, this looks very like all I'm starting. They're all starting to look like. ഒരു വീട് പോലെ തന്നെ ഒരു Yeah, സ്പേസ്, ടി വി. it's whatever. Yeah, stop feeling this one. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു കോമൺ പ്ലേസ് ആണ്. Is that what it is to go right into? ഷവർ എടുക്കാം. Yeah. Okay. Do we know where Nana's at? ഇനി കിട്ടുന്ന ബെഡ്റൂം ഉണ്ട്. അത്യാവശ്യം 2 പേർക്ക് 3 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പാണ്. ഫാമിലിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഡ്രസ് ക്ലോസറ്റ് ഉണ്ട്. നല്ല സ്പേഷ്യസ് അല്ലേ. ഒരു വീട് പോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ യാത്ര ചെയ്ത് ഇതിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി സ്ഥലങ്ങൾ കണ്ട് പൊക്കോണ്ടേയിരിക്കും. നമ്മൾ വീണ്ടും അടുത്ത RV തപ്പി പോവാണ്. ശരിക്കും സൺസെറ്റിൻ്റെ കമ്പനിയുടെയാണ്. അടുത്ത് പുറത്തോട്ടൊരു ഷെഡ് പോലൊക്കെ നമുക്ക് വെളിയൊക്കെ ഇരുന്ന് ഇവിടെ കോഫി കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പീസ് ഫുള്ളായിട്ട് ഒരു ഇത് അകത്തോണ്ട് പോകും. ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതിൻ്റെ വില ഉണ്ടോ, ഏകദേശം ഒരു $56,000 ഇതിൻ്റെ വില വരുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ റൂമും ബെഡും അതിൻ്റെ സ്പേസും മാറുന്നതനുസരിച്ച് അതിൻ്റെ വിലയും മാറും. ഇതിൻ്റെ ഒരു മാപ്പൊക്കെ കൊടുക്കുന്നു. ഇനി അതല്ല സമ്മറൊക്കെ ആണെങ്കിൽ ഇതേപോലെ പുറത്തിറങ്ങി ഗ്രില്ലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഗ്യാസ് കണക്ട് ചെയ്യാം, ഗ്രില്ല് സെറ്റപ്പ് ആണ്, ചിക്കനോ കബാബൊക്കെ ഉണ്ടാക്കാനുള്ള അടിപൊളി സ്പോട്ടാണ്. ഇനി ഇപ്പം നമ്മളെല്ലാം സിംഗിൾ ഡോറും ചെറിയ RV അല്ലേ കണ്ടത്. ഇനി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇച്ചിരി വലുതാട്ടോ, ഡബിൾ ഡക്കറാണ്. ഇതിൻ്റെ ഡൗൺ തന്നെ വന്നാൽ കാണാം. നല്ല സ്പേസ് ഉണ്ട് നമ്മൾ ഐറ്റംസും പാക്കേജൊക്കെ വെക്കാൻ വേണ്ടി. ഇനി ഇത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇതും തിരിച്ച് നമുക്ക് വണ്ടി എടുക്കുമ്പോൾ തിരിച്ചടയ്ക്കും. 2 സ്ഥലത്തും ഡോറുണ്ട്. നമ്മൾ കയറുമ്പോൾ അല്ലേ പിന്നെ നേരത്തെ കണ്ട പോലെയല്ല, നല്ല സ്പേസസ് ആണ്. നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ സെൻറ്ററിലുണ്ട്. ഡൈനിങ് ടേബിള്, കുറച്ച് വിശ്രമിക്കാൻ ടി വി കാണാനൊക്കെ കിട്ടുന്ന സ്പോട്ടുണ്ട്. ആറാടുകയാണ്. നമ്മുടെ ബെഡ്റൂം സ്പേസ് ആണ്. ഇവിടെ കിഡ്സിന് വേണ്ടി നമുക്ക് മുകളിലായിട്ട് ചെറിയൊരു സ്പേസ് കൂടെ ഉണ്ട്. ഇവിടെ വലിയ ലാഡറൊക്കെ ഉണ്ട്. ലാഡർ ചവിട്ടി പിള്ളേരെ കയറ്റി നമുക്ക് മേളിൽ കിടത്താം. അങ്ങനെ കൊച്ചായിട്ട് കുഴപ്പമില്ല. കമ്പി അടിച്ചു പോയാൽ നോക്കണേ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടോ അവിടെ നമുക്ക് കിടക്കാനും കൊച്ചുങ്ങൾക്ക് കിടക്കാനൊക്കെ. കയറി വരുമ്പോ തന്നെ ഒരു ബാത്റൂം ഉണ്ട്. അത് പൊളിച്ചല്ലേ, കാറ്റ് കൊണ്ടുകൊണ്ട് ബാത്റൂമിൽ പോവാണ്. നമുക്ക് ഇവിടെ ബാത്റൂമിൽ ഇരിക്കുകയും ചെയ്യാൻ സമയത്ത് ഡോർ തുറന്ന് നമ്മള് ഓപ്പൺ എയർ ഇരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. സീനറി കാണാം.
നമ്മൾ പല രീതിയിലുള്ള കണ്ടല്ലോ. ഇനി അതിൽ ചെറുത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പറയുന്ന ഒരു ചിന്ന വീട്. അത്യാവശ്യം കിച്ചണൊക്കെ ഉണ്ട്, പക്ഷെ തലയൊക്കെ പോകും, ചെറിയൊരു സ്പേസ്. അതല്ല, കുറച്ച് കിടന്നാൽ വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ കാറിൻ്റെ ബാക്കിലൊക്കെ കുക്ക് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ചെറിയ സ്പേസാണ്. സോ സ്മോൾ. ഇത് മതി നമുക്ക് കടന്നുറങ്ങിയാൽ മതി. ഫുഡ് നമ്മൾ കടയിൽ നിന്ന് കഴിക്കുമല്ലോ. ഇതിനകത്ത് AC അല്ലെങ്കിൽ ഹീറ്റിംഗ് സംഭവം, പാട്ട്, സ്റ്റീരിയോ, പുറത്തുള്ള എക്സോസ്റ്റ് ഫാൻ, തലക്ക് അടിക്കുന്ന ഭയങ്കര പ്രശ്നം. ഇതിനെ മൈപോഡ് എന്ന് വിളിക്കുന്നത്. മൈപോഡ്, ഒരു പോഡ് കണ്ടോ. മൈപോഡ് എന്ന് പറഞ്ഞാൽ വില എന്താ അറിയാം ചെറുതിൻ്റെ? ജസ്റ്റ് 17,000. ജസ്റ്റ് സൂപ്പർ ലൈറ്റ്. ഈ ഇതിൻ്റെ പൗച്ചൂർ പൈസ ഒരു വലിയ സാധനം മേടിച്ചോളും. ഇങ്ങനെ വീട്ടിൽ പാർക്കിംഗ് ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സാധനമാണ്. ഇതുണ്ട്, ഇത് കാറിൻ്റെ ബാക്കിൽ ബുക്ക് ചെയ്യാം, നമുക്ക് ട്രാവൽ ചെയ്യാം, എവിടെയെങ്കിലും പോവാം. അവിടെ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വന്ന് കിടക്കാം. കുക്ക് ചെയ്തൊക്കെ സ്വന്തം കണ്ടുപിടിക്കേണ്ടി വരും. ഇനി ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ക്യാമ്പിങ്ങും ഈ ക്യാമ്പ് പ്ലേസുകളും ക്യാമ്പിംഗ് പാർക്കിങ്ങിനെ കുറിച്ചുള്ള അവയർനെസ്സും ഓരോ കമ്പനികളുടെ പരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ചെറിയ ഫുഡ് പ്ലേസുകളും നമുക്ക് ക്യാമ്പിങ്ങിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് മേടിക്കാനുള്ള ചെറുകിട കടകളും ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. കച്ചവടം എന്ന് പറയത്തില്ലേ, ഇവിടെ ഫുഡ് ഐറ്റംസ് ആണ്. ഹായ്. Hi, how you guys doing? Want to try some fudge? Got free samples? Yep. Thank you. That's nice. അപ്പോൾ നമ്മൾ ഇത്ര നേരം വണ്ടികൾ ബേക്കിൽ കണക്ട് ചെയ്ത് പോകുന്ന RVs കണ്ടല്ലേ. നമുക്ക് ഇതിൽ താമസിക്കാം, കുക്ക് ചെയ്യാം, നമ്മുടെ കാറ് ഫ്രണ്ടിൽ കണക്ട് ചെയ്യും, നമ്മൾ ട്രാവൽ ചെയ്യുന്നു, ഒരു ക്യാമ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക ആ ഒരു ട്രിപ്പ് നടത്തുന്നത്. ഇനി ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഫുൾ വെഹിക്കിൾ കാണാൻ പോകട്ടോ. അതായത് എഞ്ചിനും ഒരു ഫുൾ വണ്ടി, നമ്മൾ അതിൽ തന്നെ ട്രാവൽ ചെയ്യുന്നു, അതിൽ തന്നെ താമസിക്കാൻ പോകുന്ന സംഭവം. എല്ലാവരും ഭയങ്കര ചില്ലാട്ടോ. കൊറോണയാകുമ്പോൾ മാസ്ക് ഒന്നും ഒരു പ്രശ്നമല്ല. ഇതെല്ലാവരും നല്ല ചില്ലായിട്ട് അടിച്ച് പൊളിച്ച് കാര്യങ്ങൾ ചെയ്തു. നമുക്ക് ബെഡ് ഇടാം, അതുപോലെ അവിടെ ഇരിക്കാം. ഒരു അപ്പനും മോനും അവിടെ ഇരിക്കുന്നുണ്ട്. ചെറിയൊരു വാഷ് കയറിയിരുന്ന മുട്ടിപ്പിക്കുകയല്ലേ. എങ്ങനെ മേടിക്കണം നമുക്ക്? ഇത് നമ്മ ഖത്തറിലെ ഡോൺ എന്ത് പറയുന്നു? ഡോൺ ഇതൊക്കെ അല്ലേ? ഇതൊക്കെ എന്ത് ഖത്തറിയനായ ഡോൺ മിക്കവാറും ഇതൊന്നും മേടിച്ചിട്ട് ഖത്തർ ഇതല്ല വലിയ തെറിപ്പിച്ച്. ക്ലാസ് എ 148 150 വരും. ഇനി ക്ലാസ് ബി ആണെങ്കിൽ സെക്കൻഡ് വണ്ടികളാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ്. ടയർ ഉണ്ടാവില്ലെന്നുള്ളൂ. എനിക്ക് സി ആകുമ്പോൾ വില പറ്റ കുറഞ്ഞു, എന്നാൽ പിന്നെ ഓടത്തെ വണ്ടിയായിരിക്കും. ഇത് കുറച്ച് പഴയ മോഡലല്ലേ, യൂഹോൾ ടൈപ്പ് ഉണ്ട്. ഇത് നമ്മുടെ കണ്ട ജസ്റ്റ് കുക്ക് ചെയ്ത് വലിക്കുന്ന പോലത്തെ 5th വീൽസ് ഫോൾഡ് ഡൗൺസ്. ഇതാണ് ഫ്രീ എന്നൊരു ബോർഡും ഒരു കൂപ്പണും കണ്ട നമ്മൾ മലയാളി കിട്ടണേ, അടിക്കണേ, ലോട്ടറി അടിക്കണേ. ഇടിയുടെ എല്ലാവരും ഇടിപ്പിച്ചു. അപ്പം ഒരു RV കിട്ടിയാലോ. താങ്ക് യു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാട്ടോ ഇത്. ഇവിടുത്തെ ഏറ്റവും വലിയ ക്യാമ്പറിൻ്റെ വണ്ടിയാട്ടോ. പക്ഷെ സോൾഡ് ആയിപ്പോയി സംഭവം. കണ്ടില്ല, നമ്മുടെ നാട്ടിലെ ക്യാരവാൻ്റെ ഒരു വലിയ സാധനം. അപ്പം 2022 ജോർജ് ടൗണിൻ്റെ മോഡലാണ്. ഏകദേശം 200,000 to 30,000 പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പം ഓൺലി സോൾഡ് ആണ്. എന്നാൽ നമുക്കൊന്ന് കയറി കണ്ടേക്കാം. ഇതിൻ്റെ അടിയിൽ സ്പേസ് ഒക്കെ ഉണ്ട്. ബാറ്ററി സിസ്റ്റം വരുന്നത് ഇവിടെയാണ്.
സെറ്റപ്പ് അല്ലേ? വണ്ടി, TV, കളി കാണാം, ഫുഡ് ഉണ്ടാക്കാം, ജീവിക്കാം. അടിപൊളി. നമ്മളോടൊപ്പം ഡ്രൈവർ സ്കൾബർ. ഫോർഡിന്റെ ആണ് സംഭവം കേട്ടോ. ഫോർഡിന്റെ വണ്ടിയാണ്. സുഖല്ലേ? ഒരു എയർബസിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. കിച്ചൺ ഏരിയ ആണ്. ഇതൊക്കെ മൾട്ടി പർപ്പസ് സെറ്റപ്പ് ആണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുറക്കുക, ആവശ്യമില്ലാത്തപ്പോൾ ഡൈനിങ് സ്പേസ്. ഈ വണ്ടിയുടെ ഓൾ ഫീച്ചേഴ്സ് ഉള്ള ഒരു റൂട്ട് മാർഡ് സാധനം. എന്തൊക്കെ സിസ്റ്റം ഉണ്ട്, ബാങ്ക് സിസ്റ്റം, റേഡിയോ സിസ്റ്റം, ഇതിന്റെ ബാറ്ററി സിസ്റ്റത്തെ കുറിച്ച്, ജനറേറ്ററിനെ കുറിച്ച്. ഇതിൽ തന്നെ പല ബോഡികളുണ്ട്. ഇത് ഇങ്ങനെ എക്ലിപ്സ് എന്നൊരു ബോഡിയാണ്. എക്ലിപ്സ് നേരത്തെ കണ്ട പോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനും TV കാണാനും ഏരിയ. ഒരു വീടിനേക്കാളും കിട്ടുന്ന സെറ്റപ്പ് ഉണ്ട്. ഫയർ പ്ലേസ്. വണ്ടിക്ക് എന്താ കുലുക്കം? കിഡ്സിന്റെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് കിഡ്സിന് വേണ്ടിയുള്ളത്. നമുക്കും കിടക്കാം, നല്ല സ്പേസ് ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബാത്റൂം. കിടക്കൻ ഷവറൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സ്വിച്ച് ആണ്, ഫ്ലഷ് ചെയ്യണം. അതിപ്പോ ഫ്ലഷ് ആയി. ബെഡ്റൂം നമുക്ക് സ്ലൈഡ് ചെയ്ത ബെഡ്റൂം ഒക്കെ ഉണ്ട്. സ്ലൈഡ് ചെയ്യുന്ന ഡോറൊക്കെ ഉണ്ട്. കുലിക്കുന്നുണ്ട് വണ്ടിയിൽ. ആള് കയറുമ്പോൾ കുലിക്കുന്നുണ്ട്. ഇത് 3 പേർക്ക് കിടക്കാം സുഖമായിട്ട്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ ടബുണ്ട്. ഇതിന്റെ വില ഒന്ന് ഉറപ്പിച്ച വിളിച്ചു. ഇത്രയധികം സൗകര്യമുള്ള ഒരു RVയും RVയുടെ കാഴ്ചകളും എന്നോടൊപ്പം നിങ്ങളെയും കാണിക്കാൻ പറ്റിയ സംതൃപ്തിയോടുകൂടെ മടങ്ങുകയാണ്. എന്തായാലും ഇതുപോലൊരു വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്തിരിക്കും, അത് എൻ്റെ ഉറപ്പാണ്. തീരുന്നില്ല, കുറച്ച് ചൈനീസ് ഫുഡൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സ്പോ ഫുള്ള് കണ്ടു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഡ്രീമാണ്, എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു വണ്ടി മേടിക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ന് വണ്ടി മേടിക്കാനല്ല വന്നത്. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എബിൻ ഉണ്ടായിരുന്നു, സോണി ചേച്ചൻ ഉണ്ടായിരുന്നു, ഡോൺ, ടിജിൻ. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഈ എക്സ്പോ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. RVയെക്കുറിച്ചും പല തരത്തിലുള്ള ചെറിയ RV അല്ലെങ്കിൽ വലിയ എങ്ങനെയാണ് വണ്ടികൾ, അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്പോട്ടുകൾ എന്തൊക്കെയാണ്, മീൻസ് എല്ലാ ഒരു എൻ്റയർലി നമുക്ക് ഒരു ഇത്രയും വലിയ ബിസിനസ് ആണ് ഇപ്പോഴാണ് മനസ്സിലായത് ഈ സംഭവം. ക്യാമ്പിങ്ങും ക്യാമ്പ് വണ്ടികളും ഒക്കെ മനോഹരമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരിക്കൽ നമ്മൾ വണ്ടി മേടിക്കും, ഒരു അടിപൊളി ട്രിപ്പ് ചെയ്തിരിക്കും. സോ ഡ്രീമാണ്, നമ്മൾ ഡ്രീം ചെയ്തിരിക്കും. അന്ന് നമ്മൾ ഈ വീഡിയോ ടാഗായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ട് അമേരിക്കൻ കാഴ്ചകളുമായിട്ട് ട്രാവൽ താമസിക്കുന്ന വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.